എമ്പുരാൻ ആൽഫി ആകെ ത്രില്ലാട്ടോ. ഇന്ന് നമ്മൾ എമ്പുരാൻ കണ്ടു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി പടമാണ്. ആരും ഈ വീക്കെൻഡിൽ പടം മിസ് ചെയ്യില്ലെന്ന് തന്നെ പറയാനുള്ളൂ. ഒരുപാട് സമ്മിശ്രമായ റിവ്യൂസൊക്കെ വരുന്നുണ്ട്. അതിനും പ്രധാന കാരണമുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കണ്ടോ. ഇത് സമകാലിക രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. ചിലപ്പോൾ ബാനൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള രീതിയിൽ സമകാലിക രാഷ്ട്രീയത്തിൽ ഓരോ സംഭവങ്ങളും പറയപ്പെടുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് 2002 ഗോദ്ര കലാപവും അതിനെ ചുറ്റിപ്പറ്റി അതിലേക്ക് സ്റ്റീഫൻ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. പ്രധാനമായിട്ടും ഗുജറാത്തിൽ നിന്ന് സിനിമ ആരംഭിക്കുന്നത്. പിന്നെ സ്റ്റീഫനിലൂടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നു. ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റണ്ട് രംഗങ്ങളും സംഭവങ്ങളൊക്കെ ഭയങ്കര പൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് മോഹൻലാൽ വരുമ്പോഴത്തേക്ക് കുറച്ച് നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചിത്രത്തിൻ്റെ ക്വാളിറ്റി ഭയങ്കര സംഭവം തന്നെയാണ്. ഇതുവരെ മലയാളത്തിൽ ഇതുപോലെ സിനിമ ഇറങ്ങി കാണത്തില്ല, ഉറപ്പ് തന്നെ. മലയാളത്തിൽ തന്നെ നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുപോലെ രീതിയിലൊരു സിനിമ ഇറങ്ങി കാണത്തില്ല. ഇത് കാണുന്ന ഓരോ സംഭവങ്ങളും ചിലപ്പോൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിരിക്കാം, അല്ലാതെ ഒരു മലയാള സിനിമയിലോ ഒരു ബോളിവുഡ് സിനിമയിലോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും കാണാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. അതുപോലെ വേൾഡിലെ പല പാർട്ടിൽ വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷേ സിനിമ കൈകാര്യം ചെയ്യുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കേട്ട് വഴകിയ ഒരുപാട് നേതാക്കളും ഒക്കെ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ പക്ഷേ ഒരുപാട് വിവാദം ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ വളരെ മികച്ച രീതിയിൽ പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്ന വളരെ കുറച്ച് സമയം മാത്രം മോഹൻലാൽ സ്ക്രീനിലുണ്ടെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ മോഹൻലാലിൻ്റെ ഓറ നിലനിൽക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ 2 അല്ലെങ്കിൽ എമ്പുരാൻ. അതിൻ്റെ അവസാന നിമിഷം ഒരു ഭയങ്കര സംഭവമുണ്ട്. അത് എല്ലാവരും മിസ് ചെയ്യരുത്. അവസാനം L3 ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഭയങ്കര സംഭവമുണ്ട്. നമുക്ക് മഞ്ഞിലിഞ്ഞ് മുകളിലേക്ക് മോഹൻലാലിനൊക്കെ കാണാൻ പറ്റും. ആ രീതിയിൽ ഒരു സൂപ്പർബായിട്ട് L3 അവർ ഡിക്ലെയറും ചെയ്തിട്ടുണ്ട്. സൂപ്പർബ് സിനിമയാണ്, 100% സൂപ്പർ സിനിമയാണ്. പോയി കാണാം. ഒരുപാട് എന്താണ് ഇതിനെ സിനിമയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. ഒരുപാട് പേര് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പോയി കാണാം. ബെസ്റ്റ് സിനിമ തന്നെയാണ്. മലയാളത്തിൽ ഇന്ന് ഇറങ്ങിയത് വെച്ച് ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് എമ്പുരാൻ.